Hi friends, welcome to Smaya Art and പേര് വിസ്മയ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. എന്താണ്? ഗിവ് അവേ. ഹ്യൂജ് ഗിവ് അവേ. ഹ്യൂജ് എന്ന് പറയാൻ പറ്റില്ല, 5 പേർക്കുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറെ ആയി വിചാരിക്കുന്ന ഒരു മൈക്ക് വാങ്ങാന്ന്. അപ്പൊ ഫൈനലി ഒരെണ്ണം വാങ്ങി. ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അത്രയ്ക്ക് ഐഡിയ ഇല്ല. നമ്മൾ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു ക്ലാരിറ്റി. അപ്പൊ എന്തായാലും സാധാരണ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടും ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സാധാരണ മറ്റേ രീതിയിൽ സംസാരിച്ച് ഇതിൽ കേൾക്കുമ്പോൾ എന്തോ മാതിരി ഉണ്ടാവും ആദ്യം തന്നെ, പിന്നെ അത് യൂസ്ഡ് ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവൾക്കും മൈക്ക് വെക്കാൻ ആഗ്രഹം കൊണ്ടാണ്. സാധാരണ വീഡിയോയിൽ വരാനേ ഇഷ്ടമില്ലാത്ത ആള് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പൊ അവൾക്കാണെങ്കിൽ ഗിവ് അവേനെ കുറിച്ച് കൂടുതൽ ഐഡിയ, കുറെ ചാനലിലൊക്കെ കണ്ടിട്ട് കുറെ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് അവൾ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമ്മള് ഗിവ് അവേയില് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. വിന്നേഴ്സ് വെച്ചാൽ എത്ര വിന്നേഴ്സ് ആണ് നീ പറഞ്ഞോ? നീ മിണ്ടാതെ. 5 വിന്നേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ. ഇതിൽ 5 ഗിഫ്റ്റും ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ 5th ആയെന്ന് വെച്ചിട്ട് ചെറിയ ഗിഫ്റ്റ് അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ നമുക്ക് ഗിഫ്റ്റ് ഞാൻ ഫസ്റ്റ് കാണിക്കാം, എന്നിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ പറയാലോ. ഇതുവരെയായിട്ട് ഞങ്ങൾ ഗിവ് അവേ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യണം. അതെ, അപ്പോ അതുകൊണ്ട് ചിലപ്പോ കുറച്ച് തകരാറുകളൊക്കെ ഉണ്ടാവാം. ഇതിപ്പോ 400K ഗിവ് അവേ ആണ്. 400K ആയിട്ട് കുറച്ചായിന്നറിയാം. എന്നാലും നമ്മൾ ഒരു ഗിവ് അവേ ചെയ്യുമ്പോൾ ഒരു രീതിയിൽ ചെയ്യേണ്ട. നമ്മളെല്ലാതും പെട്ടെന്നായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഗിവ് അവേ തെരഞ്ഞെടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടൊന്നല്ല വിന്നറിനെ സെലക്ട് ചെയ്യുക. ഒക്കെ പെട്ടെന്നായിരിക്കും. എന്നാണ് ഡേറ്റ് ക്ലോസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം. അപ്പൊ ഫസ്റ്റ് തന്നെ എന്തൊക്കെ ഗിഫ്റ്റ് എന്ന് കാണിച്ചു തരാം. 400Kയുടെ ഗിവ് അവേ കഴിഞ്ഞ് നമ്മൾ എന്തായാലും 500Kയുടെ ഗിവ് അവേ ചെയ്യും കേട്ടോ. യെസ്, 500K ആയ 500K, പിന്നെ 600K അങ്ങനെ ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാൻ കേട്ടോ. പിന്നെ അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് ഈ ഭാഗത്ത് ഗിഫ്റ്റ് കാണിച്ചു. ഞാൻ 2 കാണിക്കാം. ഫസ്റ്റ് വിന്നറിനുള്ള ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ബാഗാണ്. ഇതിലെന്ന് വെച്ചാൽ ഫ്രണ്ടിലൊരു പോക്കറ്റ് അല്ല, ഒരു ബാഗ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലോണം വലുതാട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഇത് സ്കൂളിലേക്ക് അത്ര അടിപൊളിയാവുമെന്ന് ഞാൻ പറയുന്നില്ല. എന്താ സ്കൂളിലേക്ക് അത്ര അടിപൊളിയെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്കിങ്ങനെ സ്പോർട്സ് ഡേ വരുമ്പോഴോ സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. വെക്കേഷനാണ്, ഇനി അടുത്ത വർഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതെ, ഇപ്പൊ വെക്കേഷൻ ആണ്. ഇനി നമ്മള് 500K വേഗം ആവുകയാണെങ്കിൽ തന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് വിന്നറിന്റെ ഗിഫ്റ്റ് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് ഇതാണ്. സെക്കൻഡ് പ്രൈസ് വന്നിട്ട് ഈ ഒരു കുഞ്ഞൊരു പിഗ്ഗി ബാങ്ക് ആണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീടിന്റെ ആണ്. ഇതില് ഇവിടെ നമ്മള് സ്ക്രീനില് ഈ പാക്കറ്റ് തുറന്നിട്ടുള്ളത് കാണിക്കാം. ഇവിടെ ക്യാഷ് ഇടും. പിന്നെ ഇവിടെയാണ് നമ്മുടെ കീ ഉള്ളത്. കണ്ടോ, ഇവിടെ കീ തന്നിട്ട് ഇതിലാക്കിയിട്ട് തുറക്കും, എന്നിട്ട് പൈസ എടുക്കും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് കവായ് സ്റ്റിക്കേഴ്സ് ആണ്. ഇത് കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്. അങ്ങനെ സെക്കൻഡ് പ്രൈസ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൈസ്. ഈ തേർഡ് പ്രൈസ് ഞാൻ കാണിക്കാം. തേർഡ് വന്നിട്ട് ഡോംസിന്റെ ഒരു സ്കെച്ച് പെന്നാണ്. സ്കെച്ച് മാർക്കറിന്റെ ഒരു ബോക്സ് ആണ് വരുന്നത്. ഇത് മൊത്തത്തില് 12 എണ്ണത്തിന്റെ സെറ്റാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ബോക്സ്. ഇത് ജംബോ ആണ്, കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ സ്ക്രീനിൽ ഓപ്പൺ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാം. അപ്പൊ 12 എണ്ണത്തിന്റെ ഒരു ജംബോ മാർക്കർ സെറ്റ്. ഇത് തേർഡ് പ്രൈസ് ആണ്. ഇനി ഫോർത്ത് ഈ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡയറി ആണ് കേട്ടോ. ഇങ്ങനെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലവിന്റെ ഒക്കെ വന്നിട്ടുള്ള ഒരു ഡയറിയാണ് ഫോർത്ത് പ്രൈസ്. അതെ, ഭയങ്കര സോഫ്റ്റ്. ഇത് നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഒന്നും ഞങ്ങൾ പൊട്ടിച്ചില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്. ഉള്ളിലൊന്നും കണ്ടിട്ടില്ല. അതെ, ഈ ഫിഫ്ത്ത് പ്രൈസ് വന്നിട്ട് ഒരു കുഞ്ഞി മിനി ക്ലോക്ക് ആണ് കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് കുറെ നോക്കി കുറച്ചുകൂടെ ക്യൂട്ട് ആയിട്ടുള്ള ക്ലോക്കുകൾ. ഉള്ളിൽ വെച്ചിട്ട് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ക്യൂട്ടായിട്ടെന്ന് കണ്ട് ഇതുപോലത്തെ ഇമോജീസ് ഒന്നും ഞാൻ കണ്ടില്ല അവിടെ പോയപ്പോ. കൂടുതലും ഹാർട്ടിന്റെ ഷേപ്പ്, പിന്നെ ജസ്റ്റ് ഒരു ബ്ലൂ കളർ അങ്ങനെയൊക്കെ കണ്ട. അപ്പൊ അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇല്ലല്ലോ, ഉള്ളിൽ വെച്ചിട്ട് ഇതായിരുന്നു ക്യൂട്ട്. പിന്നെ നമുക്ക് ടേബിളിൽ ക്യൂട്ട് ആയിട്ടുള്ള. അപ്പോ 5 വിന്നേഴ്സിനുള്ള 5 ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൂൾസ് പറയാം.
റൂൾസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, മിക്ക ഗിവ് അവേ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് എൻ്റെ ഒരു കുട്ടിയുടെ ഒരു ചാനൽ കണ്ടിട്ട് പെട്ടെന്ന് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെയല്ല. ഇത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞൊരു സന്തോഷം പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ഞാൻ ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് വേറെ 2-3 ചാനലുകളും പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാനും ചിന്തിച്ചത്, ശരിയാ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന്. അതാണ് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ റൂൾ നമ്പർ 1 എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ വീഡിയോയുടെ തന്നെ ഷോർട്ട് വീഡിയോ വരും, അത് ലൈക്ക് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് ഒന്നുകൂടെ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് സെറ്റ് ആക്കുക. അല്ലാതെ ഷോർട്ട് വീഡിയോയിലല്ല ഗിവ് അവേ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്യണം. സെക്കൻഡ്, ലൈക്ക് ചെയ്യണം. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. തേർഡ് വന്നിട്ട് അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് നമ്മൾ ഒരു സൈറ്റ് വഴി കമൻറ്റ് പിക്ക് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനിക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയല്ല. അപ്പോൾ പിടിച്ചോടത്തോളം കമൻറ്റ് പിക്ക് ചെയ്യുന്ന സംഭവമാണ് കണ്ടത്. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എന്തോ ആവാം. അപ്പോൾ കമന്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ 5 വിന്നേഴ്സിനെ പിക്ക് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് എഴുതുന്നതിനെക്കാട്ടി മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID അവിടെ മെൻഷൻ ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ ഇമെയിൽ ID ആണ്. പബ്ലിക്കായിട്ട് ഫോൺ നമ്പർ ആഡ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇമെയിൽ ID ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ അത് ആഡ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് തന്നെ കമന്റ് ഇടുന്നത്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇമെയിൽ ID ഫസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന ഇമെയിൽ ID തന്നെ ആയിരിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയുള്ള നമ്മുടെ ഗിവ് അവേ പാർട്ടിസിപ്പേഷൻ റൂൾസും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ അഥവാ നിങ്ങൾ ഇമെയിൽ ID ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കമന്റ് പിക്കർ വഴി ഒരു കമന്റ് പിക്ക് ചെയ്തു. ഞാനല്ല, കമന്റ് നമ്മൾ സ്റ്റാർട്ട് അമർത്തി കഴിഞ്ഞ ഒരു അക്കൗണ്ട് അവർ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുക. അപ്പോൾ ആ അക്കൗണ്ട് പിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നോക്കും ഫസ്റ്റ് തന്നെ ഇമെയിൽ ID ഉണ്ടോന്ന്. ഇമെയിൽ ID ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് നമ്മൾ റിജക്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും കമന്റ് പിക്ക് ചെയ്യും. അടുത്ത അക്കൗണ്ടിലാണ് നമുക്ക് എടുക്കുക. അതായത് ഇമെയിൽ ID ഉള്ള അക്കൗണ്ടാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇമെയിൽ ID ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത്. നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന ഇമെയിൽ ID വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അത് ഞാൻ ഭയങ്കര ഫോഴ്സ്ഫുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് കേട്ടോ. ഇത് ജസ്റ്റ് മിനിയേച്ചർ ആക്കിയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് സെറ്റ് ആക്കുന്നതായിരിക്കും കേട്ടോ. അതാകുമ്പോൾ ഒന്നുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കോളൂല്ലോ. പക്ഷെ ഷോർട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ട് കാര്യമില്ലേ, അതിപ്പോ തന്നെ പറയാം. ഷോർട്ട് വീഡിയോ അല്ല, നമ്മുടെ ഗിവ് അവേ പാർട്ടിസിപ്പേഷൻ ഈ ഒരു ലോങ് വീഡിയോയുടെ താഴെയാണ് കേട്ടോ. അതായത് ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, എന്നാണ് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുക, എന്നാണ് ഗിവ് അവേ ക്ലോസ് ചെയ്യാന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് മാർച്ച് 24th ഈവനിങ് ആയിരിക്കും. അപ്പോൾ 24th ഈവനിങ്ങിൽ ഇപ്പം ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ മാർച്ച് 31st ഹോൾ ഡേ നമ്മൾ തരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു വീക്കാണ് ഉദ്ദേശിക്കുന്നത് തരാൻ വേണ്ടിയിട്ട്. ഒരു വീക്ക് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റൂൾസ് വെച്ചിട്ട് ഈ ഒരാഴ്ചക്കുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 31st അന്ന് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആ ഒരു ഹോൾ ഡേ നമ്മൾ തരുന്നുണ്ട്. പിറ്റേ ദിവസം അതായത് April 1st നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ അന്ന് തന്നെയാവും വീഡിയോയുടെ, അല്ലെങ്കിൽ April 2nd. അതിനെക്കാട്ടും കൂടുതൽ ഡിലേ വരില്ല. ഒന്നെങ്കിൽ April 1st അല്ലെങ്കിൽ 2nd. അതൊരു ഒരു സിംഗിൾ വീഡിയോ, അതായത് ഗിവ് അവേ വിന്നർ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സിംഗിൾ വീഡിയോ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫോ അതിന്റെ ഇടയിലായിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. കാരണം ചെറുതായിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കില്ല, ഷോർട്ട് വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഓരോ വിന്നറിനെയും കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലോങ് വീഡിയോ, സാധാ വല്ല ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലും ആയിരിക്കും, അതിന്റെ ലാസ്റ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. നീ എന്താ നേരത്തെ പറയാമെന്ന്? ഇനി നിങ്ങൾക്ക് ഈ യൂട്യൂബിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അതായത് ഞാൻ നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ അതിപ്പോൾ എന്നെ കുറിച്ചാവാം, എൻ്റെ ഫാമിലിനെ കുറിച്ചായിരിക്കാം, എൻ്റെ യൂട്യൂബിനെ കുറിച്ചായിരിക്കാം. അതിപ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന തെറ്റാളോ അല്ലെങ്കിൽ നല്ലതോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് അതിനെക്കുറിച്ച് പറയാം കേട്ടോ. പിന്നെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഇതാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒട്ടും പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു, വളരെ ഷടപടേന്നായിരുന്നു. എന്നാൽ കുറെ കാലമായി വിചാരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ഗിവ് അവേ ചെയ്യണമെന്ന്.
എക്സാം കഴിയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും എക്സാം 24th ഞാൻ സ്റ്റാർട്ട് ചെയ്ത 31st വരെ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ 26th 28th വരെയാണ് കുറെ പേരുടെ എക്സാംസ് ഞാൻ കേട്ടത്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മന്ത് ലാസ്റ്റ് ആയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വേഗം 500K ആക്കി തരിക. 500K ആവുമ്പോൾ നമ്മൾ അടുത്ത ഗിവ് അവേ സെറ്റ് ആക്കുന്നതായിരിക്കും കേട്ടോ. ഇതെന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കുറെ പേരുടെ ഒരു ചിന്തയിലുണ്ടാവും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ട് എനിക്ക് വലിയ ബോണസ് എന്ന് പറയാൻ അതൊന്നൊന്നുമില്ല. പക്ഷെ അത് നമുക്കൊരു സന്തോഷമാണ്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. നിങ്ങൾ വിചാരിക്കും ചിലവരുടെ കോൺസെപ്റ്റിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ആയി ലക്ഷങ്ങൾ റവന്യൂ, അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ്. ജസ്റ്റ് ഓരോ നമുക്ക് ഒരു ഗിവ് അവേ ചെയ്യുന്നത്. അതെ, കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് സെറ്റ് ആക്കാന്നായിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, എൻ്റെ പ്രായമുള്ള പിള്ളേരൊക്കെയോ വീഡിയോ കാണാം. ഈവൻ എനിക്ക് പോലും ഇപ്പോഴും ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കില്ലേ ചെയ്തിരിക്കാനൊക്കെ. അപ്പൊ അതാണ് അങ്ങനെ വിചാരിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ജയിക്കുകയോ തോൽക്കുകയോ അത് നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ആ കമന്റ് പിക്കർ നിങ്ങൾ അക്കൗണ്ട് പിക്ക് ചെയ്യുന്നത്. എന്തായാലും ഇമെയിൽ ID ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിടുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. ബെസ്റ്റാ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.